ഇടുക്കി ജില്ലയിൽ 85% ആൾക്കാരുടെയും ഉപജീവന മാർഗം കൃഷിയും മൃഗപരിപാലനവുമാണ്. ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ടായിട്ടും വീണു കിട്ടുന്ന ഒഴിവു സമയങ്ങൾ പാഴാക്കാതെ കൃഷിക്കും മൃഗപരിപാലനത്തിനുമായി ചിലവാക്കുകയും അതിൽ നിന്ന് അധിക വരുമാനം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു യുവ കർഷക കുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പീരുമേട് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ലെനു പീറ്ററും അതേ കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ അധ്യാപികയായ അനു ലെനുവുമാണ് അവർ. ഇവിടുത്തെ പ്രധാന ഇനവും ആകർഷണവും ഫാൻസി കോഴികളാണ്. 7 തരം വ്യത്യസ്തമായ കോഴികളാണ് ഇദ്ദേഹം ഇവിടെ വളർത്തുന്നത്. ഇതിനെ വാങ്ങാനും കാണാനുമൊക്കെയായി ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. സിൽക്കി വൈറ്റ് ഗോൾഡ് എന്നീ ഇനം ഫാൻസി കോഴികളാണ് ഇത്. പൂവൻ കോഴിയും പിടക്കോഴിയുമുണ്ട്. ദിവസം ഒരു മുട്ട വീതം ലഭിക്കും. മുട്ട ആവശ്യക്കാർക്ക് ഒന്നിന് 30 രൂപയ്ക്ക് വിൽക്കും. നാടൻ കോഴി ഈ മുട്ടയ്ക്ക് അടയിരിക്കും. 1 മാസമായ കുഞ്ഞിന് 250 രൂപയ്ക്ക് വിൽക്കും. പോളിഷ് ക്യാപ്പ് ബ്ലാക്ക്, തലയിൽ കറുപ്പും വെളുപ്പും തൂവൽ തൊപ്പി പോലിരിക്കും. 3 പിടക്കോഴിയും ഒരു പൂവനും ഇപ്പോൾ ഇവിടെയുണ്ട്. ദിവസവും 3 മുട്ട വീതം ലഭിക്കും. 1 മാസം പ്രായമായ കുഞ്ഞിന് 750 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പോളിഷ് ക്യാപ്പ് വൈറ്റ്, കോഴിത്തീറ്റ, ഗോതമ്പ്, അസോള പായൽ ഇവയ്ക്കെല്ലാം തീറ്റയായി നൽകുന്നത്. പോളിഷ് ക്യാപ്പ് വൈറ്റ് സിൽക്കി ഫാൻസി കോഴികളുടെ മുട്ട നാടൻ കോഴിയെ ഉപയോഗിച്ച് വിരിയിച്ചെടുക്കും. സിൽവർ ലേസ് ബ്ലാക്കും വൈറ്റും ഇവിടെയുണ്ട്. ജോഡി 1500 രൂപ വരെ വിലയ്ക്ക് വിൽക്കും. കൊഷീൻ ബാൻഡം, പന്ത് പോലിരിക്കും. ഇതും ഫാൻസി കോഴിയാണ്. ഒരു ജോഡി ഇപ്പോൾ ഇവിടെയുണ്ട്. ബ്രീഡിംഗിന് മാത്രമായി വളർത്തുന്നു. മില്ലി, സോക്സ് ഇട്ടതുപോലെ കാലിലും തൂവലുണ്ട്. വളരെ അപൂർവമായി കാണുന്ന ഇനമാണ്. മുട്ട ഒന്നിന് 50 രൂപയും ഒരു കുഞ്ഞിന് 1000 രൂപയ്ക്കും വിൽക്കും. എനിക്ക് ഇവിടെ 2.5 ഏക്കർ സ്ഥലമാണുള്ളത്. അതിൽ കാപ്പി, കുരുമുളക്, ഏലം, പച്ചക്കറികൾ, വാഴ, കാച്ചില, ചേന, ചേമ്പ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൂടിയാണിത് കൃഷി ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ പീരുമേട് മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ ഇതിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നു. രാവിലെയും വൈകിട്ടും ഞങ്ങൾ കൃഷിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു. എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമായി ഉണ്ടായ ബുദ്ധിമുട്ട് വെള്ളമായിരുന്നു. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പടുതാക്കുളം, 3 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഒരു പടുതാക്കുളം നിർമ്മിച്ചു. അതിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായ വെള്ളം. ആ പടുതാക്കുളത്തിൽ തന്നെ ഞങ്ങൾ മീനിനെയും വളർത്തുന്നു. ആ വെള്ളം ഉപയോഗിച്ച് കൃഷി നനയ്ക്കുന്നു, പച്ചക്കറികൾ ചെയ്യുന്നു. 65 കാടക്കോഴികളും ഇവിടെ വളരുന്നു. 42 ദിവസം കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയും കാടയും വിൽക്കും. കാടയ്ക്ക് ഒന്നിന് 55 രൂപ വരെ വില ലഭിക്കാറുണ്ട്. 20 നാടൻ കോഴികളും കൂടാതെ കരിംകോഴികളും ടർക്കി കോഴികളും ഇവിടെയുണ്ട്. ദിവസവും 30 മുതൽ 35 മുട്ട വീതം ലഭിക്കും. നാല് പോരുകോഴികളെയും ഇവിടെ വളർത്തുന്നു. ഇത് ഒരെണ്ണം 4.5 കിലോ തൂക്കമുണ്ടാകും. വളരെ കട്ടി കൂടിയ ഉറച്ച ഇറച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ ഉപയോഗിക്കാറില്ല. എന്നാലും ജോഡി 5000 രൂപയ്ക്ക് വിൽക്കും. ഫ്ലൈയിങ് ഡക്കും ഇവിടെയുണ്ട്. നാല് പൂവനും 2 പിടയുമാണ് ഗൂസ് ഇനത്തിൽ ഇവിടെയുള്ളത്. ഒരു വർഷത്തിൽ 8 or 9 മുട്ടയാണ് ലഭിക്കുന്നത്. ഗൂസ് സ്വന്തമായി പൊരുന്നയിരിക്കും. ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് 750 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓസ്ട്രേലിയൻ ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട ഒരു ജോഡി ആടിനെയും വളർത്തുന്നുണ്ട്. ഇത് 7 മാസം പ്രായമായ ആടാണ്.
അതിൽ പെണ്ണാടിന് 2 മാസം ചെനയുമുണ്ടെന്ന് ലിനു പറയുന്നു. പച്ചക്കറി കൃഷി ചെയ്തപ്പോഴാണ് വെള്ളത്തിന് പ്രോബ്ലം ഉണ്ടായി. അതൊക്കെ ഓവർകം ചെയ്യാൻ പഠിതാക്കളും ചെയ്തു. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ആട് വളർത്തും പശു വളർത്തും ഒക്കെ ചെയ്തു. അപ്പോഴാണ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നൊരു ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഓസ്ട്രേലിയൻ ആടിനെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഒരു കളക്ഷൻ രീതിയിൽ തന്നെയാണ് അങ്ങനെ ചെയ്തത്. 2 ഓസ്ട്രേലിയൻ ആടുകൾ, വെച്ചൂർ പശു, പിന്നെ പലതരം മീനുകളെ വളർത്താൻ തുടങ്ങി. പിന്നെയാണ് കാട, കോഴി, മുട്ടക്കോഴികളെയാണ് ശരിക്കും കോഴി എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴിയാണ് സ്റ്റാർട്ടിങ്. മുട്ടക്കോഴി ഇവിടെ വന്ന് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു ആദായം എന്നൊരു ചിന്ത വന്നു. അപ്പോഴത്തേക്ക് ഫാൻസി കോഴി എന്നാൽ പിന്നെ ഫാൻസി കോഴി ചെയ്യാമെന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഫാൻസി കോഴി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മണ്ണൂത്തി പോയാണ് ഫാൻസി കോഴി കളക്ട് ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ മുട്ടക്കോഴി ഫാൻസി കോഴി എന്നൊരു വെറൈറ്റി രീതിയിൽ കാടക്കോഴിയെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ പിന്നെ കാടക്കോഴിയായി. ആ ഒരു ഹോബിയുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ് കൃഷി എന്ന ഇതിലേക്ക് ഞങ്ങൾ വരുന്നത് തന്നെ. ഇപ്പൊ ഹോബി ഒന്ന് കൂടുതൽ പരിപോഷിച്ച് വന്നപ്പോഴത്തേക്ക് കൂടുതൽ എഫേർട്ട് എടുത്തപ്പം അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആദായവുമായി. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട 1400 ചുവട് കാപ്പി ഇവിടെ കായ്ക്കുന്നുണ്ട്. കാപ്പി ചെടിയുടെ മുകൾ ഭാഗം മുറിച്ചു കളയുന്നതുകൊണ്ട് വലിയ പൊക്കം വെക്കാറില്ല. ചാണകം, ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ് ഇവ വളമായി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ വർഷം ഉണക്കി കുത്തിയെടുത്ത കാപ്പിക്കുരു 500 കിലോയോളം ലഭിച്ചു. പീരുമേട് കൃഷിഭവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏലം, കുരുമുളക്, കാപ്പി, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിൽ നിന്നും എല്ലാം തികച്ചും വ്യത്യസ്തമായി പീരുമേടിൻ്റെ മണ്ണിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 ദമ്പതികൾ നല്ല രീതിയിൽ ഇവിടെ സമ്മിശ്ര കൃഷി ചെയ്തു വരുന്നു. വൻ വിജയമായി തന്നെയാണ് കൃഷി ചെയ്യുന്ന. കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് പീരുമേട് കൃഷിഭവനിൽ നിന്ന് അവർക്ക് ലഭിക്കുക വരെ ഉണ്ടായി. ഫിഷ് അമിനോ ആസിഡ് 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയും വെള്ളവും ഒഴിച്ച് 40 ദിവസം അടച്ചുവെക്കും. ദിവസവും ഒരേ ദിശയിലേക്ക് ഇളക്കി കൊടുക്കുക. 40 ദിവസം കഴിഞ്ഞ് അരിച്ചെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ചേർത്ത് കൃഷിയിടങ്ങളിൽ വളമായി ഉപയോഗിക്കാം. ഇങ്ങനെ പല മേഖലകളിലായി ഈ കാർഷിക കുടുംബത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. നമുക്ക് എന്തിനോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ സ്വയം കണ്ടെത്തും എന്നാണ് ലെനു പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുന്ന ആർക്കും അത് ബോധ്യമാവുകയും ചെയ്യും.